രാജ്യം പാസാക്കിയ ഒരു നിയമത്തിന് വിരുദ്ധമായ ഒരു സംസ്ഥാന സർക്കാരുകൾ തുടർച്ചയാണല്ലോ. അപ്പൊ സർക്കാരിന് നിലപാടെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ലീഗ് ചോദിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ ഷിബു മേരാൻ പറയുന്നു ഈ സെക്ഷൻ 14-നെതിരെ നിലപാടില്ല എന്നത് KS ഹംസ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നു എന്നത് കൂടിയുണ്ട്. അത് അദ്ദേഹം കൃത്യമായ വരികൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. The petitioner herein are not against the constitution of Waqf board in accordance with the section 14 of the Unified Waqf Management, Empowerment, Efficiency and Development Act 1995. ഇത് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്ന, അതായത് ഇന്നലെ സംസ്ഥാന സർക്കാർ എന്തോ വലിയ പാതകം ചെയ്തു എന്ന് പറഞ്ഞ അതേ ബോർഡ് ചെയർമാൻ കോടതിയെ സമീപിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇത് അംഗീകരിക്കാനാണ് പിന്നെ എന്തിനാ മുകൾ കോടതിയിലേക്ക് പോയത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് UDF ചോദിക്കാനില്ലേ? ഞാൻ അതിലേക്ക് വരാം. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി, വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്ന, വഖഫ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്. ഏത് ഹൈക്കോടതി സ്റ്റേ ചെയ്ത ഈ കേസിൽ, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഹരിച്ച ഈ കേസിൽ സ്റ്റേറ്റ് കക്ഷിയല്ല, സ്റ്റേറ്റ് കക്ഷി ആയിട്ടില്ല എന്ന്. പലരും അത് വിശ്വസിച്ചു, സ്റ്റേറ്റ് കക്ഷിയായിട്ടില്ലെങ്കിൽ പിന്നെ എന്തിന് ഈ സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റം പറയണം എന്ന്. എന്നാൽ ഈ കേസിലെ ഒന്നാമത്തെ എതിർകക്ഷി ദി സ്റ്റേറ്റ് ഓഫ് കേരള റെപ്രസെന്റഡ് ബൈ ഇറ്റ്സ് ചീഫ് സെക്രട്ടറി, സ്റ്റേറ്റ് കക്ഷിയല്ലേ. രണ്ടാമത്തെ കക്ഷി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ഗവൺമെന്റ്, ഫുൾ അഡ്രസ് ഉണ്ട്, കക്ഷിയല്ലേ. മൂന്നാമത്തെ കക്ഷി ദ സെക്രട്ടറി ഡയറക്ടറേറ്റ് ഓഫ് മൈനോറിറ്റി വെൽഫെയർ ഗവൺമെന്റ് ഓഫ് കേരള, സ്റ്റേറ്റ് കക്ഷിയല്ലേ. നാലാമത്തെ കക്ഷി ദ സെക്രട്ടറി ലോ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം, സ്റ്റേറ്റ് കക്ഷിയല്ലേ. 1 മുതൽ 4 വരെയുള്ള കക്ഷികൾക്ക് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഹാജരായി ചീഫ് ജസ്റ്റിസിന് മുമ്പേ വാദം പറഞ്ഞത്. അതായത് മന്ത്രി പോലും ഈ കേസിൽ സ്റ്റേറ്റ് കക്ഷിയല്ലെന്ന് പച്ചയായ നുണ വന്ന് പറയുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ചോദിച്ചല്ലോ, ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം, ആ നിയമം അംഗീകരിച്ചല്ലേ പറ്റൂ. ഇവിടെ ഇൻട്രോയിൽ മാധു സൂചിപ്പിച്ചു, ഉമൈദ് പോർട്ടലിൽ ഈ വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കമുള്ള പ്രോപ്പർട്ടി, കേസുള്ള പ്രോപ്പർട്ടി, മൊത്തം വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടി, ഇവയെല്ലാം ഒരു നിശ്ചിത ഡേറ്റിന് മുന്നിൽ ആഡ് ചെയ്യണമായിരുന്നു. അത് ആഡ് ചെയ്തപ്പോൾ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ മഹാൻ പറഞ്ഞു, 8ന്റെ പണി തന്നിട്ട് LDF പോയി, അതുകൊണ്ട് എനിക്ക് 10 മിനിറ്റ് കൊണ്ട് അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല, ഇപ്പൊ 2 മാസം എത്തി എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അന്ന് ആ നിയമപ്രകാരം, ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം വഖഫ് പ്രോപ്പർട്ടി, കേസുള്ള പ്രോപ്പർട്ടി, തർക്കമുള്ള പ്രോപ്പർട്ടി ഒരു വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്തപ്പോ ഗുരുതരമായിട്ടുള്ള വീഴ്ച LDF വരുത്തി എന്ന് പറഞ്ഞ് ആ 10 മിനിറ്റിന്റെ ആ സമയക്ലിപ്തതയിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഇപ്പോൾ പറയുകയാണ്, ഒരു നിയമം വന്നല്ലോ, ആ നിയമം നടപ്പാക്കിയല്ലേ പറ്റൂ. അന്നും ഞങ്ങൾ പറഞ്ഞത് എന്താ, നിയമം വന്നു, നിയമത്തിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇന്ന ഡേറ്റിന് മുന്നിൽ ഇത് ആഡ് ചെയ്തില്ലെങ്കിൽ വലിയ ഫൈൻ അടക്കം വരും, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ നിയമത്തിന്റെ ഉള്ളടക്കം, ചില വകുപ്പുകൾ, ചില സെക്ഷനിലെ ഉപവകുപ്പുകൾ ചലഞ്ച് ചെയ്തിരിക്കുകയാണ് രാജ്യത്തിന്റെ നീതിന്യായ പീഠത്തിൽ. അതിൽ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്, 40ഓളം കക്ഷികളുണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്. അത്തരത്തിൽ മുസ്ലിം ലീഗ് അടക്കം നേരിട്ട് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ വരുമ്പോ നിങ്ങൾ ഒരു വാക്ക് സൂചിപ്പിച്ചോ, സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് നിലനിൽക്കുന്നുണ്ടെന്ന്, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദം അവിടെ എടുത്തിട്ടുണ്ട് എന്ന്. അതുപോലെ തന്നെ 5 കൊല്ലം മുസ്ലിമായ ആൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ കഴിയൂ എന്ന കണ്ടീഷൻ അടക്കം സ്റ്റേ ചെയ്തിട്ടുണ്ട്. മറ്റു കണ്ടീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദം വിശദമായി പോസ്റ്റ് ചെയ്തിരിക്കുകയെന്ന് ഒരു വാദം അഡ്വക്കേറ്റ് ജനറൽ അവിടെ എടുത്തോ? അവിടെ അത് എടുത്തത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാ. ഏത് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും കൗണ്ടർ അഫിഡവിറ്റിൽ സബ്ജക്ട് ടു ദി ഔട്ട്കം ഓഫ് ദി മാറ്റർ പെൻഡിംഗ് ബിഫോർ ദി സുപ്രീം കോടതി. അവിടെ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന SLPയിൽ നിയമം സ്റ്റേ ചെയ്തിട്ടില്ലല്ലോ. അഡ്വക്കേറ്റ് KS അരുൺകുമാർ സ്റ്റേ ചെയ്തിട്ടില്ല, അത് നിലവിൽ രാജ്യത്തെ നിയമമാണ് എന്നത് ഒന്ന്. എന്നിട്ട് അവിടെ ശരി, ഇവർ ചെയ്തത് തെറ്റ്. പക്ഷെ അവിടെ പോയി എന്താണ് ഇപ്പോഴത്തെ അധ്യക്ഷൻ വഖഫ് ബോർഡിന്റെ അധ്യക്ഷൻ പറയുന്നത്? എന്താണ് ഈ പറയുന്ന അതേ സെക്ഷൻ, അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നല്ലേ, പിന്നെ എന്തിനാ പോയത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ല, ഒറ്റ കാര്യമുള്ളൂ, ഈ ഫെബ്രുവരി മാസത്തിൽ ഈ വഖഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും സെക്ഷൻ 14-ലെ ഭൂരിഭാഗം കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. ഒരു MP-മാരുടെ പ്രതിനിധി വരുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല, ഒരു MLA-യുടെ പ്രതിനിധി വരുന്നത് ഞങ്ങൾക്ക് എതിർപ്പില്ല, മുത്തവല്ലിയുടെ പ്രതിനിധി വരുന്നത് ഞങ്ങൾക്ക് എതിർപ്പില്ല, ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പ്രതിനിധി വരാൻ, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പ്രതിനിധി വരാൻ ഒരു എതിർപ്പുമില്ല. പക്ഷേ അമുസ്ലിങ്ങളായിട്ടുള്ള 2 പേരെ ഉൾപ്പെടുത്തുന്ന അതടക്കമുള്ള സെക്ഷൻ 14(1)(c) ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. അതുകൊണ്ട് ആ C ഫില്ല് ചെയ്യാതെ ബാക്കിയുള്ളവരെ വെച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വാദം സുപ്രീം കോടതിയിൽ ഉയർത്തിയിരിക്കുകയാണ്, സംസ്ഥാന ഗവൺമെന്റ് ഉയർത്തിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ അത് ഒഴിവിട്ടു, നിയമപരമായിട്ട് ചെയ്തു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മാത്രമാണ്, മധ്യപ്രദേശ് മാത്രമാണ് അത്തരത്തിൽ അമുസ്ലിങ്ങളെ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ.
BJP ഭരിക്കുന്ന സംസ്ഥാനത്തിൽ പോലും ചെയ്യാത്ത കാര്യം ഇങ്ങ് സംസ്ഥാനത്തിന്റെ ഞാൻ രണ്ടാമതും അങ്ങയോട് അത് തന്നെയാണ് പറയുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന രാഷ്ട്രീയ ആരോപണം ഇന്നലെ മുതൽ നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോഴത്തെ വഖഫ് ബോർഡ് കോടതിയിൽ പോയി പറഞ്ഞത് എന്താണ്? മൂന്നാമത്തെ തവണയാണ് ഞാൻ ചോദിക്കുന്നത്. അവർക്ക് ഈ സെക്ഷൻ 14 ബന്ധപ്പെട്ടോ അമുസ്ലിങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ടോ പ്രശ്നമില്ലെങ്കിൽ പിന്നെന്താ? ഒറ്റ മിനിറ്റ്, അമുസ്ലിങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നമില്ല എന്നൊരു വാചകം അങ്ങേക്ക് വായിച്ചു കാണിക്കാമോ? സെക്ഷൻ 14 പൂർണ്ണമായി 14 എതിരല്ല. 14 ചില 1C അടക്കമുള്ള ഉപവകുപ്പുകൾക്കെതിരായിട്ടാണ് ആ വിധിക്ക് ഇത് അംഗീകരിക്കാം എന്നുള്ളതാണെങ്കിൽ കംപ്ലൈന്റ് ഇല്ല എന്നാണ് പറയുന്നത്. ഫെബ്രുവരിയിൽ നടപ്പാക്കിയത് അല്ലാതെ പൂർണ്ണമായും വിയോജിപ്പില്ല. അത് അങ്ങനെയല്ല. ഒരു വാചകം എടുത്തിട്ടല്ല. അല്ല ഞാൻ മിണ്ടാതിരിക്കാം. അല്ല 100 വാചകമുള്ള SLPയിലെ ഒരു വാചകം എടുത്തിട്ട് ആ ഒരു വാചകം എന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുകയല്ല. അതിലെ ഓരോ കണ്ടന്റ്സും സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സും അതിന്റെ ഗ്രൗണ്ട്സും ഇന്നെ ഹോൾ ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. ഞങ്ങൾ ഈ സെക്ഷൻ 14 പ്രകാരം തന്നെയാണ് ഇതിൽ 11 നിയമനം നടത്തിയിരിക്കുന്നത്. 11 2 ഒഴിച്ചിട്ടു. അതും 14 1C ഞങ്ങൾ ഇപ്പോഴും ഒബ്ജക്ട് ചെയ്യുകയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. 14 9 പേരെ നിയമിക്കാനും ഈ സെക്ഷൻ 14 തന്നെയാണ്. പക്ഷെ അമുസ്ലിങ്ങളെ നിയമിക്കുന്നതടക്കം മതനിരപേക്ഷ ഇന്ത്യയുടെ കാഴ്ചപ്പാടിന് എതിരുള്ള കണ്ടീഷൻ ഞങ്ങൾ എതിർക്കുന്നു. അതുകൊണ്ട് ഒരു വാചകം എടുത്തിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾ അതിൽ? അങ്ങനെയല്ല. അതിൽ ഓരോ ഗ്രൗണ്ടും ഹോളായിട്ട് എടുക്കുക. ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ലീഗ് കാലുമാറിയതുപോലെ ഞങ്ങൾ കാലുമാറില്ല. UDF കാലുമാറിയതുപോലെ ഞങ്ങൾ കാലുമാറില്ല. PM ശ്രീയിൽ നിങ്ങൾ കാലുമാറി. അതുപോലെ മുനമ്പത്തിൽ നിങ്ങൾ കാലുമാറി. അതുപോലെ ലൈഫ് മിഷന്റെ ലോഗോയുടെ കാര്യത്തിൽ നിങ്ങൾ കാലുമാറി. ഈ 2 മാസത്തിനിടയിൽ ഒരുപാട് U-turn UDFും ലീഗും തിരിഞ്ഞു. അതുപോലെ തിരിയാതെ അന്തസ്സോടെ അന്നും ഇന്നും ഞങ്ങൾ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ശരി, അടുക്കി കേസ് എടുക്കുമ്പോൾ ഒരു മിനിറ്റ്. അതായത് ഈ സെക്ഷൻ 14 അനുസരിച്ച് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞത് വെച്ചിട്ടാണ് സർക്കാർ ആ നിലപാടിൽ ഈ പറയുന്ന കോടതിയിൽ നിൽക്കുന്ന സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കേസിനെ തന്നെ അസാധുവാക്കുന്ന രാഷ്ട്രീയ ആരോപണം CPM ഉന്നയിച്ചിരിക്കുന്നത്. ആ ഒരൊറ്റ നിലപാടെടുത്ത് ആ ഒരൊറ്റ വാദം ഉന്നയിച്ചുകൊണ്ട് അതേ സെക്ഷൻ 14 എന്ന് പറയുന്നതിനെയാണ് അത് ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ സെക്ഷൻ 14 ഓഫ് ദ യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന അതേ കാര്യം, ആ കാര്യം തന്നെയാണ് ഇപ്പോൾ കോടതിയിലും ആവർത്തിച്ചിരിക്കുന്നത് എന്നതുകൂടിയുണ്ട്. ഇനി അങ്ങയുടെ ഒരു വാദം കൂടിയുണ്ടല്ലോ. അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ കോടതിയിൽ പറഞ്ഞില്ല മറ്റു കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് എന്ന് പറഞ്ഞില്ല? സംസ്ഥാന സർക്കാരും AGയും കോടതിയിൽ ഹൈക്കോടതിയിൽ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഇദ്ദേഹം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ പരാതി ഉണ്ടല്ലോ, ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഹർജി ഉണ്ടല്ലോ, ഇതിന്റെ ഈ മരവിപ്പിക്കൽ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിലെവിടെയെങ്കിലും പറയുന്നുണ്ടോ ഈ രാഷ്ട്രീയ നിലപാട്? ഹംസ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ ഹർജിയിൽ പറയുന്നുണ്ടോ മറ്റു കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്, അതുകൊണ്ട് സെക്ഷൻ 14 ചില കാര്യങ്ങൾ മാത്രമായി റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കണമെന്ന് പറയുന്നുണ്ടോ? ഇതിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ. ഒന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ കേസ്. ആ മദ്രാസ് ഹൈക്കോടതിയുടെ കേസ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അത് പരിഗണിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ നിലനിൽക്കുകയാണ് എന്നുള്ള കാര്യം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. ഗവൺമെന്റ് അല്ല, അഡ്വക്കേറ്റ് ജനറൽ അല്ല. അത് കൊടുത്തിരിക്കുന്നതിൽ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞില്ല എന്ന വിമർശനം ഉന്നയിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ഇപ്പോഴത്തെ ബോർഡ് കൊടുത്തതിൽ ഈ കാര്യം പറയുന്നുണ്ടോ? പൂർണ്ണമായി പറയുന്നുണ്ട്. കാരണം ആ ഹൈക്കോടതിയുടെ ഇന്ററിം ഓർഡറിൽ തന്നെ ഇത് കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നു. ആ ഇന്ററിം ഓർഡർ അവിടെ എക്സിബിറ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. ആ അനക്സർ 1 മുതൽ 5 വരെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ പ്ലീഡിംഗ് അല്ലേ, അത് അവിടുത്തെ വാദമല്ലേ? അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 100 പേജുണ്ട്, വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുമത്. ഞാൻ ഹംസ വാദമായി ഉന്നയിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാരും AGയും ഇക്കാര്യം സൂചിപ്പിച്ചില്ല എന്നാണല്ലോ അങ്ങ് പറയുന്നത്. ബോർഡ് കോടതിയിൽ വാദമായി ഉന്നയിച്ചിട്ടുണ്ടോ ഈ ഹർജിയിൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അനക്സറിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതല്ല. എന്താ ഒരു റിട്ട് പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ ആ റിട്ട് പെറ്റീഷനിലുള്ള എക്സിബിറ്റ് മുഴുവൻ അവരുടെ വാദമാണ്. ആ എക്സിബിറ്റിലുള്ള മുഴുവൻ കാര്യങ്ങളും അതിൽ പെടാത്ത കാര്യങ്ങളും പ്രീസിഡൻസുമാണ് വാദത്തിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കുക. ഇതെല്ലാം ആ SLPയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്ക്. മൂലധന ചെലവും അതിനോടൊപ്പം നയപരമായ തീരുമാനങ്ങളും എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മരവിപ്പിക്കലാണ് ഉണ്ടായിരിക്കുന്നത്. അത് മാറ്റണം എന്നുള്ളതാണ് ഇതിന്റെ പ്ലീ. ഒറ്റ കാര്യം,
മാഡം അതൊന്ന് നോക്ക്. കാരണം അങ്ങനെയാണെങ്കിൽ അത് ഒരിക്കലും വായിച്ചേപ്പിച്ചോളൂ. വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തെ സൂപ്പർസീഡ് ചെയ്യാൻ അധികാരമില്ല. ഞാൻ പറയേണ്ട കേൾക്കൂ, നിങ്ങൾ അത് അക്ഷമ കാണിക്കല്ലേ. വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തെ സൂപ്പർസീഡ് ചെയ്യാൻ ഒരിക്കലും കോടതിക്ക് അധികാരമില്ല. സെക്ഷൻ 99, അതായത് സംസ്ഥാന ഗവൺമെന്റിന് മാത്രമേ അതിന് അധികാരമുള്ളൂ. 99 ഓഫ് വഖഫ് ആക്ട്, ഇവിടെ ഒരു സുപ്രീം കോടതി അഭിഭാഷകൻ ഉണ്ടല്ലോ, അതായത് അതിന് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. കോടതി എപ്പോഴൊക്കെ സൂപ്പർസൈഡ് ചെയ്തോ ഉന്നത കോടതി അതിൽ ഇടപെട്ടിട്ടുണ്ട്. അതാണ് തമിഴ്നാട്ടിലെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അതുകൊണ്ട് കൃത്യമാണ്. ഇതിൽ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോ പറയേണ്ട കാര്യങ്ങൾ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞില്ല. ഗവൺമെന്റ് സൂചിപ്പിക്കേണ്ട കാര്യങ്ങൾ സൂചിപ്പിച്ചില്ല. വാക്കാൽ ചോദിച്ചു, ഈ പെറ്റീഷണറുടെ വാദത്തോട് നിങ്ങൾ യോജിക്കുന്നു എന്ന് ചോദിച്ചപ്പോ ഞാൻ ഫുള്ളി ഈ ഷോൺ ജോർജിന്റെ റിട്ട് പെറ്റീഷനിലെ ഉള്ളടക്കത്തോട് യോജിക്കുന്നു എന്ന് കോടതിയിൽ പറഞ്ഞപ്പോഴാണ് അത്തരത്തിലൊരു ഇടക്കാല ഉത്തരവ് വന്നത്. അത് വഖഫ് ബോർഡിന് നോട്ടീസ് കൊടുക്കാതെ, വഖഫ് ബോർഡിലെ ചെയർമാന് നോട്ടീസ് കൊടുക്കാതെ, അംഗങ്ങൾക്ക് നോട്ടീസ് കൊടുക്കാതെ, എന്തിന് ഈ ഗവൺമെന്റ് ഫയൽ ചെയ്ത കൗണ്ടർ പോലും വഖഫ് ബോർഡിന് കൊടുക്കാതെയാണ്. ആ ഇൻട്രി മോഡലിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഗവൺമെന്റ് ഫയൽ ചെയ്ത കൗണ്ടർ എന്താണെന്ന് പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വഖഫ് ബോർഡിന്റെ വക്കീൽ പറഞ്ഞ വാദം കൂടി ആ ഉത്തരവിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഏകപക്ഷീയമായ നിയമവിരുദ്ധമായ ഒരു ഇടക്കാല ഉത്തരവാണ്. അതിനെയാണ് നമ്മൾ വീണ്ടും ഹൈക്കോടതിയിലേക്കാണ് പോകുന്നത്. ഹൈക്കോടതിയിൽ നിന്നാണ് അങ്ങ് മറുപടി പറയുകയും ചെയ്യുന്നത്. ഞാൻ ബോർഡ് സുപ്രീം കോടതിയിൽ ഉന്നയിച്ച കാര്യങ്ങളെ കുറിച്ചാണ് ചോദിക്കുകയും ചെയ്യുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.